കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിനായി ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഡ്രഡ്ജിംഗ് യന്ത്രം അത് തൃശൂരിൽ സജ്ജമാണ്. ജില്ലാ ഭരണകൂടം പരിശോധനകൾ പൂർത്തിയാക്കി കർണാടകയിൽ നിന്നുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അതേസമയം തിരച്ചിൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു എന്ന് ഇന്നലെ കർണാടക അറിയിച്ചിരുന്നു. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. താൽക്കാലികമായി ഷിരൂരിൽ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നു. ഇനി ഇത് ജലോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണല്ലോ. അപ്പോൾ തൃശ്ശൂരിൽ ഇത് സുസജ്ജമാണെന്ന് നമുക്കറിയാം. എപ്പോഴത്തേക്കാണ് ഇത് കൊണ്ടുപോവുക, അതോ കൊണ്ടുപോകുന്ന നടപടികൾ തുടങ്ങിയോ? അതിൻ്റെ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായി. അതായത് ജില്ലാ ഭരണകൂടത്തിന് കീഴിലാണ് നിലവിൽ ഈ ഡ്രഡ്ജ് ക്രാഫ്റ്റ് എന്ന് വിളിക്കുന്ന യന്ത്രമുള്ളത്. അതായത് ആ യന്ത്രമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. ഈ യന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഡ്രഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രം. ഡ്രഡ്ജ് ക്രാഫ്റ്റ് എന്നാണ് ഇതിനെ പറയുന്ന പേര്. കേരള കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകം അതായത് നമ്മളുടെ കോൾപ്പാടങ്ങളിലും മറ്റുമെല്ലാം തന്നെ പുഴയിലുമെല്ലാം തന്നെ ഡ്രഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെള്ളത്തിലും അതായത് പുഴയിലും അതുപോലെ തന്നെ ചെളി നിറഞ്ഞ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഡ്രഡ്ജ് ചെയ്ത് അവിടുത്തെ മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു യന്ത്രമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പുഴയിലെല്ലാം തന്നെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ ഡ്രഡ്ജിങ് യൂണിറ്റുകൾ എത്തിക്കുക എന്ന് പറയുന്നത് അത് അപ്രാപ്യമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം അതിന് സാങ്കേതികമായി പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഈ ഒരു യന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഉയർത്തിക്കാട്ടുന്നത് ഇത് എത്ര വെള്ളം കുറവുള്ള സ്ഥലത്ത് പോലും അല്ലെങ്കിൽ വെള്ളം കൂടുതലുള്ള സ്ഥലത്തും ഒരുപോലെ തന്നെ ഇത് പ്രവർത്തിക്കാൻ കഴിയും. ആ മണ്ണ് മാറ്റി മണ്ണിനടിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിലവിൽ ഇത് തൃശ്ശൂരാണുള്ളത്. ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ യന്ത്രത്തിൻ്റെ ഇൻസ്പെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. യന്ത്രം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. അനുമതി ലഭിച്ചാൽ, അതായത് കർണാടക സർക്കാരിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു യന്ത്രം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ അവിടെ ഈ ഗംഗാവലിയിൽ അത്രയ്ക്കും കുത്തൊഴുക്കൊന്നുമുള്ള ഒരു സ്ഥലത്തല്ല ഈ യന്ത്രം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്രയും വലിയ കുത്തൊഴുക്കിനെ ഈ യന്ത്രത്തിന് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു സംശയമായി നിലനിൽക്കുന്നത്. അതാണ് കർണാടക അനുമതി നൽകാനായുള്ളൊരു പ്രതിസന്ധിയായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു യന്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യക്ഷമതയും എല്ലാം തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടിയും ഇക്കാര്യങ്ങളെല്ലാം തന്നെ കർണാടക സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും എന്തായാലും ഇവിടെ നിന്ന് ഈ യന്ത്രവുമായി ബന്ധപ്പെട്ട ഈ എക്സ്പേർട്സിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ നിന്നും എന്തായാലും കർണാടകയിലേക്ക് പോകുന്നുണ്ട്. ആ കർണാടകയിലേക്ക് എത്തി ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് അർജുൻ്റെ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അത് നിലവിൽ ഈ പുഴയുടെ കുത്തൊഴുക്ക് കാരണം അവിടെ തിരച്ചിൽ പോലും നടത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിനോടൊപ്പം തന്നെ ആ മണ്ണിനടിയിലാണ് ലോറി എന്നുള്ള വിവരങ്ങളാണ് ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യന്ത്രത്തിൻ്റെ ഒരു ഉപയോഗം അത് ആ ഒരു തെരച്ചിലിന് വലിയ തോതിൽ ഗുണകരമാകുമെന്ന് പറയുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. എന്തായാലും അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി കർണാടക സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ ഒരു സംഘം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ നിന്ന് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അനുമതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഒരു എക്സ്പേർട്സിൻ്റെ ഈ ഒരു ഡ്രഡ്ജിങ് യൂണിറ്റിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനവും വിലയിരുത്തലുകളും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കാര്യക്ഷമതയും അതെല്ലാം തന്നെ കർണാടകയെ ബോധിപ്പിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ അവർക്കത് ഈ ഒരു ഗംഗാവലി പുഴയിൽ ഇത്രയും വലിയ കുത്തൊഴുക്കിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ ഒരു അനുമതി ലഭിക്കുകയുള്ളൂ. അങ്ങനെ അനുമതി കാത്ത് ഇവിടെ കിടക്കുകയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ നിന്നും യന്ത്രം കൊണ്ടുപോകുന്നതിനും ഇതിന്റെ കാര്യക്ഷമതയും എല്ലാം തന്നെ പൂർണ്ണമാണ്, സജ്ജമാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ലിഷോ, ഇതിപ്പോൾ മണ്ണുത്തി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലാണോ ഉള്ളത് യന്ത്രം? യന്ത്രം നിലവിൽ കേരളത്തിൻ്റെ, അതായത് പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ കോൾപ്പാടങ്ങളിലാണ് ഈ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്
പുല്ലഴി ഭാഗത്തുള്ള അരനാട്ടുകര ഭാഗത്തുള്ള ഒരു കോൾപ്പാടത്താണ് നിലവിൽ ഈ യന്ത്രം നിലവിൽ ഉള്ളത്. ഇവിടെ നിന്നും നേരെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും പറയുന്നത്. ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള രീതിക്ക് നിലവിൽ ഉള്ളത്, കസ്റ്റോഡിയൻ എന്നുള്ള രീതിക്ക് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ജില്ലാ കളക്ടർ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇവിടെ എത്തി പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ഇനിയിപ്പോൾ കർണാടകത്തിൽ നിന്നും അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നേരെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കോൾപ്പാടങ്ങളിലെ പോളപ്പായലുകളും മറ്റുമെല്ലാം തന്നെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോലികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കോൾപ്പാടങ്ങളിലെ ഈ ആഴം കുറഞ്ഞ കനാലുകൾ അതിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റി അതിൻ്റെ ആഴം കൂട്ടുന്നതിനും വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും എല്ലാം തന്നെയുള്ള നടപടികളാണ് ഈ ഒരു യന്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഒരു യന്ത്രം ഉപയോഗിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ പോളപ്പായലുകൾ മാറ്റുന്ന ജോലിയാണ് പുരോഗമിക്കുന്നത്. ശരി ലിഷോ, ഏതായാലും ഇത് സംബന്ധിച്ച് അവിടെ എന്താണ് വിവരങ്ങളെന്ന് നമുക്കറിയാം. KV ശ്രീധരൻ ഷിരൂരിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഈ ഷിരൂരിലേക്ക് തൃശ്ശൂരിൽ നിന്നും ഇങ്ങനെ ഒരു യന്ത്രം, അതായത് കോൾപ്പാടങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു ഡ്രഡ്ജിങ് ഉപകരണം, അത് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് ഡ്രഡ്ജിങ് ചെയ്യാൻ ശേഷിയുള്ള യന്ത്രം അങ്ങനെ സുസജ്ജമായി കാത്തു നിൽപ്പുണ്ട് കർണാടകയുടെ അനുമതിക്കായി. ഇത് സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നത് ശ്രീധരൻ? മോത്തി, നമസ്കാരം. ഏതായാലും ഇന്നിപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുഴയിലെ മൺതിട്ടയ്ക്ക് അടിയിൽ നിന്ന് ലോറി കണ്ടെത്തുക ശ്രമകരമായ ഒരു ജോലിയായതിനാൽ തന്നെ ആണ്. അവിടെ നിന്ന് മണ്ണും കല്ലും അതുപോലെ തന്നെ അടിഞ്ഞുകൂടിയ ആൽമരം ഒക്കെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റിയാലേ അവിടെ തിരച്ചിൽ നടത്താനാകൂ. അതിനാലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഈ ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിക്കാൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇന്നലെ MLA സതീഷ് കൃഷ്ണസേൽ എന്നെ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അതായത് പുഴയിൽ കുത്തൊഴുക്ക് കൂടുതലാണ്, അതുകൊണ്ട് ഈ യന്ത്രത്തിന് ഗംഗാവലി പുഴയിൽ പ്രവർത്തിക്കാനാകുമോ എന്നുള്ള ഒരു സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും യന്ത്രം എത്തിക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ സാങ്കേതിക വിദഗ്ധർ ഇവിടേക്ക് എത്തണം. അതായത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സാങ്കേതിക വിദഗ്ധർ ഇവിടെ എത്തി ഗംഗാവലിയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കി കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു റിപ്പോർട്ട് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ഏതായാലും ഒഴുക്കിലേക്ക് വീണ്ടും ആളുകളെ ഇറക്കുന്നതിന് ഒരു വിമുഖത തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം പുലർത്തുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ജില്ലാ കളക്ടറോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ ഒരു പ്രശ്നം ഇതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എഞ്ചിനീയർ ഇത് സംബന്ധിച്ച് ഒരു സ്ഥിതി വിവര റിപ്പോർട്ട് കൂടി നൽകേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. ഇങ്ങനെ സാങ്കേതികമായിട്ടുള്ള നിരവധി കാരണങ്ങൾ ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. നിലവിൽ ഏതായാലും 4 ദിവസത്തേക്ക് എങ്കിലും ഈ തിരച്ചിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതിനി തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ പങ്കുവെക്കുന്ന ഒരു ആശങ്കയും അത് തന്നെയാണ്. ഇനി ഈ തിരച്ചിൽ തുടരുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇവിടുന്ന് സംവിധാനങ്ങളൊക്കെ മടങ്ങിക്കഴിഞ്ഞാൽ MLA പറയുന്നുണ്ട് ഒരു വിളിക്കപ്പുറം ഈശ്വർ മാൽപ്പയുണ്ട്, തൊട്ടപ്പുറത്ത് കാർവാറിൽ നേവൽ ബേസും എപ്പോൾ വേണമെങ്കിലും എത്താൻ സജ്ജമായിട്ടുണ്ട്, SDRF സംഘമുണ്ട്. ഇങ്ങനെ എല്ലാ സംഘാംഗങ്ങളും നമ്മുടെ ചുറ്റിൽ ഉണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു 1-2 മണിക്കൂർ എടുത്താൽ സാഹചര്യങ്ങൾ അനുകൂലമായാൽ അവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാനാകും, തിരച്ചിൽ തുടരാനാകും എന്നുള്ളൊരു കാര്യമാണ് MLA ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്നാൽ പോലും ഈ കുടുംബത്തെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെയൊക്കെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായിട്ടാണ് തിരച്ചിൽ താൽക്കാലികമായെങ്കിലും നിർത്താനുള്ള ഒരു തീരുമാനം കർണാടക എടുത്തത്. അതിനാൽ തന്നെ ഇത് വീണ്ടും നിർത്തിവെച്ചാൽ പുനരാരംഭിക്കുമോ എന്നുള്ളൊരു ആശങ്ക കർണാടക സർക്കാരിനുണ്ട്. കേരള മുഖ്യമന്ത്രി അവർക്ക് കത്തയച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ നിലവിൽ പുഴയിലെ സാഹചര്യം അനുകൂലമല്ല എന്നുള്ള നിലപാടാണ് കർണാടക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുത്തൊഴുക്കൊക്കെ സത്യമാണ്, നല്ല കുത്തൊഴുക്ക് പുഴയിലുണ്ട്. അതായത് നമ്മൾ മുകൾ തട്ടിൽ കാണുന്ന ഒഴുക്കല്ല അടിത്തട്ടിലേക്ക് പോകുന്തോറും ഉള്ളത്. അത് കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പയൊക്കെ വ്യക്തമാക്കിയ ഒരു കാര്യവുമാണ്. അതോടൊപ്പം നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആഴത്തിലേക്ക് പോകുന്തോറും വലിയ പാറക്കഷ്ണങ്ങളും അതുപോലെ ആൽമരത്തിൽ
മരത്തിൻ്റെ ശിഖരങ്ങൾ ഒക്കെ ഉണ്ട്. അത് വൻതോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ ഇടിഞ്ഞു വീണ മണ്ണ് മാത്രമല്ല, പുഴ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളിയും ചേറും അവിടെ പുതഞ്ഞു കിടക്കുന്നുണ്ട്. അതിനൊക്കെ ഇടയിലാണ് ലോറിയുടെ സാന്നിധ്യമുള്ളത്. ഇതിൻ്റെ അടിയിൽ നിന്ന് ലോറി കണ്ടെത്തുന്നതിന് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെയാണ് നടപടികൾ അല്പം സാങ്കേതികമാക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാക്കാൻ. എന്ത് തന്നെയാണെങ്കിലും ആർക്കാണ് ഇതിൽ നഷ്ടം പറ്റിയിരിക്കുന്നത് അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാകേണ്ടിയിരുന്നു ഉണ്ടാകേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഇന്ന് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഷിരൂരിൽ ഇനി താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് ഈ സെർച്ച് നിർത്തിവച്ചിരിക്കുകയാണല്ലോ ശ്രീധരൻ. അതുമായി ബന്ധപ്പെട്ട സർക്കാർ ഇപ്പോൾ അറിയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പുഴയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കാരണം സുതാര്യമല്ല, കാഴ്ച ലഭ്യമല്ല, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നല്ലോ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതെങ്ങനെയുണ്ട്? പുഴയിൽ ഇപ്പോഴും ഒഴുക്ക് തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്. അതുപോലെ തന്നെ വൃഷ്ടി പ്രദേശത്തും നല്ല മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഒഴുക്ക് തുടരുന്നുണ്ട്. ഈ പ്രദേശവാസികൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സെപ്റ്റംബർ മാസം വരെയെങ്കിലും പുഴയുടെ സ്വഭാവം ഇത് തന്നെയായിരിക്കും. കുത്തൊഴുക്കുണ്ടായിരിക്കും, അടിയൊഴുക്കുണ്ടായിരിക്കും. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ തൃശ്ശൂരിൽ ലിഷോയ് ചേരുന്നുണ്ട്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുവെന്നാണ് അറിയുന്നത്. ലിഷോയ്, കേൾക്കാമെങ്കിൽ പറയൂ, ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാനാവുന്നത് എന്താണ്? ഈ ഡ്രഡ്ജിംഗ് യന്ത്രം ഈ തൃശ്ശൂരിൽ എൽത്തുരുത്ത് ഭാഗത്താണുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ അത് അനുമതി കാത്തു കിടക്കുകയാണ്. ജില്ലാ ഭരണകൂടം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ കർണാടകയുടെ അനുമതി വേണം. അതായത് അവിടേക്ക് എത്തിക്കണമെങ്കിൽ, ഷിരൂരിലേക്ക് എത്തിക്കണമെങ്കിൽ, എത്തിച്ച് അവിടെ തിരച്ചിൽ നടത്തണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു പ്രദേശത്തെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇത് കോൾപ്പാടങ്ങളിൽ നിന്ന് പോളപ്പായലുകളും ചെളിയും എല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു യന്ത്രമായാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. മണ്ണ് എത്ര ആഴത്തിലുള്ള മണ്ണും അതിനോടൊപ്പം തന്നെ വലിയ ചെളിയുള്ള മണ്ണ് പോലും അത് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. കളിമണ്ണ് ഉൾപ്പെടെ നിറഞ്ഞ പാടങ്ങൾ, ആ പാടങ്ങളിൽ നിന്ന് ഈ മണ്ണ് മാറ്റി അത് അവിടെ കൃഷിയോഗ്യമാക്കുന്നതിനും അതുപോലെ തന്നെ അവിടുത്തെ തോടുകളെല്ലാം തന്നെ ആഴം കൂട്ടുന്നതിനും എല്ലാം തന്നെയാണ് നിലവിൽ ഇത് ഉപയോഗിച്ച് വരുന്നത്. പക്ഷേ നേരത്തെ ശ്രീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗംഗാവലി പുഴയിൽ വലിയ തോതിലുള്ള കുത്തൊഴുക്കുള്ള ഗംഗാവലി പുഴയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെ കുത്തൊഴുക്കുള്ള ഒരു പ്രദേശത്ത് ഇത് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയായി ഉയരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് ആണ് പറയേണ്ടത്. അത് കർണാടക സർക്കാരിനെ ആദ്യം ബോധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാലാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ ലഭിക്കുകയുള്ളൂ. ഈ ഒരു സ്ഥലത്ത് കുറച്ച് ദിവസങ്ങളായി, ഏകദേശം ഒരു മാസത്തോളമായി ഈ ഡ്രഡ്ജിങ് യൂണിറ്റ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇത് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തോടെല്ലാം തന്നെ പൂർണ്ണമായും പോളപ്പായലുകൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു. ആ പോളപ്പായലുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇതുകൊണ്ട് ഉപയോഗിച്ചിരുന്നത്. അതിന് ഒരു ഭാഗത്ത് JCBയുടെ കൈപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അത് മറ്റൊരു യന്ത്രത്തിൽ വെച്ച് അത് ഉപയോഗിച്ച് മണ്ണ് മാന്തുകയാണ് ചെയ്യുന്നത്, പ്രധാനമായും ചെയ്യുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ എല്ലാം തന്നെ പൂർത്തിയാക്കി. ഇന്നലെ വൈകുന്നേരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ പരിശോധന നടത്തിയത്. ജില്ലാ കളക്ടർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇവിടെ നിന്നും ഏത് സമയത്തും അവിടെ ഈ ഗംഗാവലിപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സജ്ജമാണ് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയനായുള്ളത്. ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ കോൾപ്പാടങ്ങളിലാണ് നിലവിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ യന്ത്രം കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ ചെളിയിലും അതുപോലെ തന്നെ സാധാരണ മണ്ണിലുമെല്ലാം തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും കൂടാതെ തോട് ഉൾപ്പെടെയുള്ള വെള്ളം നിറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇറക്കുന്ന
നടക്കുന്നതിനും വേണ്ടിയും എല്ലാം തന്നെയുള്ള ഒരു ക്രമീകരണങ്ങൾ രണ്ട് ടെറൈനിലും പ്രവർത്തിക്കാവുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ഡ്രഡ്ജിങ് യൂണിറ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് ഇത്തരത്തിൽ അധികം ആഴമില്ലാത്ത പുഴകളിൽ ഉൾപ്പെടെ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യക്ഷമത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അറിയാം, പുഴയിലെല്ലാം തന്നെ വലിയ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം, വലിയ ആഴമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ ഡ്രഡ്ജിങ് യൂണിറ്റുകൾ കൊണ്ടുവന്ന് അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുക, അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് ദുഷ്കരമായ കാര്യമാണ്. അത് സാങ്കേതികമായ അതിന് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം ചെറിയ ഡ്രഡ്ജിങ് യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രഡ്ജിങ് നടത്തുക അല്ലെങ്കിൽ മണ്ണ് മാറ്റുക എന്നുള്ളതാണ് ആകെയുള്ള ഒരു കഴിയാവുന്ന തരത്തിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കർണാടക സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തുകിടക്കുകയാണ് നിലവിൽ. തൃശ്ശൂരിൽ നിന്ന് എന്തായാലും ഇത് ലോറിയിൽ കയറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ നടപടികളും സജ്ജമായിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അനുമതി ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും.